2 ദിവസം മുമ്പ് സഹീഹുൽ ബുഖാരിയിൽ നിന്നൊരു ഹദീസ് സിറാജുൽ ഹുദയിൽ സഹീഹുൽ ബുഖാരി എന്ന മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ ഓതിക്കൊടുത്തു. ഇന്ന മിൻ അശ്റാത്തിസ് സഅതി, ഖിയാമത്ത് തങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യഖില്ലൽ ഇൽമു വയക്സുറൽ ജഹ്ലു, ഇൽമു കുറയുക, വിവരക്കേട് വർദ്ധിക്കുക, വയക്സുറസ് സിന, വ്യഭിചാരം വർദ്ധിക്കുക, വയക്സുറ ശുർബുൽ ഖംർ, മദ്യപാനം വർദ്ധിക്കുക. ഇതൊക്കെ ഖിയാമത്ത് തങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ഖുർആൻ ഓതി മദ്യപാനത്തിനെതിരെ വഅദ് പറയുന്നു. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ വ്യഭിചാരത്തിനെതിരെ വഅദ് പറയുന്നു. ആലിമീങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ധാരാളം കിതാബുകൾ രചിക്കുകയും ഇൽമു പറയുകയും ചെയ്യുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കും, മദ്യപാനം വർദ്ധിക്കും, വിവരക്കേട് വർദ്ധിക്കും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാകും. എന്നാൽ ആലിമീങ്ങൾ മദ്യപാനത്തിനെതിരെ ഞങ്ങൾ വഅദ് പറഞ്ഞിട്ട് പിന്നെയും മദ്യപാനം വർദ്ധിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വ്യഭിചാരത്തിനെതിരെ വഅദ് പറഞ്ഞിട്ടും വ്യഭിചാരം വർദ്ധിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിവരക്കേടിനെതിരെ വഅദ് പറഞ്ഞിട്ട് പിന്നെയും വിവരക്കേട് വർദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ആലിമീങ്ങൾ അവർ വ്യഭിചാരത്തിനെതിരെ, മദ്യത്തിനെതിരെ, വിവരക്കേടിനെതിരെയുള്ള വഅദ് നിർത്താൻ അവർക്ക് അധികാരവും അവകാശവും ഇല്ല. അവരെങ്ങാനും ആ വഅദും കൂടി നിർത്തിയാൽ ഇവിടെ മദ്യപാനികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വ്യഭിചാരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വിവരമില്ലാത്തവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ അവരുടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കണം. ആ ഒരു കടപ്പാടാണ് നാം നിർവഹിക്കുന്നത് എന്ന് ആമുഖമായി സഹോദരന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. സഹോദരന്മാരെ, മുജാഹിദുകൾ 3 വിഭാഗം ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. 3 വിഭാഗം മുജാഹിദുകളുണ്ട്. 3 മുജാഹിദുകളും വെവ്വേറെ അവർ പരസ്പരമുള്ള എതിർപ്പുകളുടെ കാര്യത്തിൽ ഖുർആനിലെ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് ഇതുവരെയും അവർക്ക് തീരുമാനമായിട്ടില്ല. ഒരു 3 കക്ഷികൾ, 3 വിഭാഗം മുജാഹിദുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അവർ വെവ്വേറെ സമ്മേളനങ്ങൾ വെക്കുന്നുമുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് സംഘടനാപരമായ ഭിന്നതയല്ല. സുന്നികൾക്കിടയിലുള്ളത് സംഘടനാപരമായ ഭിന്നതയാണ്, അതേസമയത്ത് നയപരമായ ഭിന്നതയാണ്. മുജാഹിദുകൾക്കിടയിൽ ആശയപരമായ ഭിന്നതയാണ്. അങ്ങനെ ആശയപരമായി 3 വിഭാഗം ഇന്ന് മുജാഹിദുകളുടെ കൂട്ടത്തിൽ കേരളത്തിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ഖാദിയാനികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയുണ്ടെന്ന് പറയുന്ന ഖാദിയാനികൾ ഉണ്ട്. കള്ളത്തരീഖത്തുകാരായി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതില്ലെന്ന് പറയുന്നവരും ഉണ്ട്. അതുപോലെ എത്രയോ ആയിരക്കണക്കിന് പാർട്ടികളായി ഇവിടെ ധാരാളം കക്ഷികൾ ഉണ്ട്. ഒരു കക്ഷിയും പറയുന്നില്ല ഞങ്ങൾക്ക് ഖുർആനിൽ തെളിവില്ല എന്ന് പറയുന്ന ഒരു കക്ഷിയും ഇല്ല. ഞങ്ങൾ എതിരാളികളുടെ കയ്യിലാണ് ഖുർആനിൽ തെളിവുള്ളത് എന്നും ഒരു കക്ഷിയും പറയുന്നില്ല. എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്നത് അവനവനാണ് ഖുർആൻ തെളിവുള്ളത്, മറുഭാഗം ഖുർആനിനെതിരാണ് എന്നാണ് എല്ലാ കക്ഷികളും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാര്, നിങ്ങൾ ഓർക്കണം, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ പ്രത്യേകത എന്താണ്? ഖാദിയാനികളിൽ നിന്നും വ്യാജ ത്വരീഖത്തുകാരിൽ നിന്നും സംഘടന പിളർന്നിട്ട് രണ്ടായതും ഒറ്റ സംഘടനയും പാടില്ലെന്ന് പറയുന്ന മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയുമായി സുന്നത്ത് ജമാഅത്ത് വേർതിരിയുന്നത് എവിടെയാണ്? സുന്നത്ത് ജമാഅത്ത് ആ വാക്ക് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിയും അൽ ജമാഅ, മഹാന്മാരായ സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം കൂട്ടായ്മയും സ്വീകരിക്കുന്നവർ എന്നാണ് അവരുടെ പേര് തന്നെ. മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ഐക്യം,
അത് അംഗീകരിക്കുന്നവർ, ആശയപരമായ കൂട്ടായ്മ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആശയം, അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ 1-ാം വാള്യം 53-ാം പേജിൽ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങൾ കൊടുത്ത ബാബു ബയാനി അന്നൽ ഇസ്നാദ മിനദ്ദീൻ, ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ ഭാഗമാണ് സനദുകൾ. അസ്നാദ് എന്നും ഇസ്നാദ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെന്നെത്തുന്ന പരമ്പര, അത് ദീനിന്റെ ഒരു ഭാഗമാണ്. ബുഖാരി, മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിലെ ഒരു അധ്യായം, അതിൽ മഹാനവറുകൾ എടുത്തുദ്ധരിക്കുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പരമ്പര, പാരമ്പര്യമായി ലഭിക്കുക എന്ന്. വലൗലൽ ഇസ്നാദു, അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. കാരണം അതിന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമികളുടെ വാചകത്തിൽ തെളിവുണ്ടോ? അത് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണോ എന്ന് നോക്കാതെ ഏത് മനുഷ്യരും നാവുകൊണ്ട് എന്തും പറയാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ഖുർആനോ ഹദീസോ ഉദ്ധരിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമാവൂല. ഇസ്ലാം അത് പാരമ്പര്യമായി ലഭിച്ചത് തന്നെയാകണം. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ മഹാനവറുകൾ കൊടുക്കുന്ന മഹാന്മാരായ താബിഈങ്ങളുടെയും സഹാബത്തിന്റെയും വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് എടുത്തു പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനം മുസ്ലിമീങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കണം. കക്ഷികൾ ഇനിയും പുതിയത് പലതും വരും. ഒരുപാട് മുമ്പ് കഴിഞ്ഞ് അവകളൊക്കെ നിർജീവമായി നശിച്ചുപോയതും ഉണ്ട്. പക്ഷേ പാരമ്പര്യമില്ലാതെ ഉള്ള ഒരു ആദർശവും ആശയവും അത് ഇസ്ലാമായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നോക്കൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, ഓ നബിയെ, അങ്ങയ്ക്ക് മുമ്പ് വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ അല്ലാതെ നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല. പുരുഷന്മാരായ നബിമാരാണ് മുമ്പേ വന്നത്. തങ്ങളും പുരുഷനാണ്. അങ്ങനെ അതിന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. പുരുഷനല്ലാതെ നമ്മൾ റസൂലായി നബിയായി അയച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ്, ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബർ. അതുകൊണ്ട് തെളിവുകളെ സംബന്ധിച്ചും പ്രമാണങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് സ്വന്തം വിവരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിവരമുള്ള ആളുകളോട് ചോദിച്ച് അവര് പറഞ്ഞതുപോലെ നടന്നോ. വഅൻസൽനാ ഇലൈക അദ്ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, നബിയെ, തങ്ങളിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വലഅല്ലഹും യതഫക്കറൂൻ, അവര് ചിന്തിച്ച് മനസ്സിലാക്കാനുമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കേണ്ടതുണ്ട്. അത് വിവരിക്കുന്നത് നേരിൽ കേട്ടവരാണ് സഹാബത്ത്. നബി തങ്ങൾ കാണിച്ചു കൊടുത്ത് നേരിൽ ഗ്രഹിച്ചവരാണ് സഹാബത്ത്. അവര് മുതൽക്ക് ഇങ്ങനെ പരമ്പരാഗതമായി മാത്രമേ ഈ ദീൻ മനസ്സിലാക്കാൻ കഴിയൂ. വലഅല്ലഹും യതഫക്കറൂൻ, എന്നാൽ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയാത്തതുണ്ടാകാം, ഹദീസിൽ വ്യക്തമായി പറയാത്തതുണ്ടാകാം. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്,
അതേ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, വ്യക്തമായതാണ് വ്യക്തമായ ഹലാലുകൾ, വ്യക്തമായ ഹറാമുകൾ അങ്ങനെയുണ്ട്. വബൈനഹുമാ ഉമൂറും മുശബ്ബഹാത്തുൻ, എന്നാൽ വ്യക്തമായി പറയപ്പെടാത്ത ചില സംഗതികൾ ഉണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധികം ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാരാണ്? അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അത് ആലിമീങ്ങൾക്ക് മാത്രമേ, പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. സഹോദരന്മാരെ, അത് തന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുമുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും തുല്യമല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അത് തന്നെ